ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബൈക്കിൻ്റെ 8 ടെസ്റ്റിങ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആക്ച്വൽ ടെസ്റ്റ് നമ്മുടെ ഓഫീസർമാരൊക്കെ ഉള്ള ദിവസം നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഒരു ചാൻസേ ഉണ്ടാവുള്ളൂ. ഒരാൾ കയറുന്നു, നമ്മളെ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുന്നു, പിന്നെ അടുത്ത ആൾ കയറുന്നു, അവരും ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. എക്സാം ഫെയിലാവാതെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവാൻ വേണ്ടി നോക്കുക. ടെസ്റ്റിന് പോയുള്ള കാര്യം പറയാം. ആദ്യമായിട്ട് നമ്മൾ ബൈക്കിൻ്റെ 8 ടെസ്റ്റിന് പോവുകയാണെങ്കിൽ നമുക്ക് അവർ ഒരു ചാൻസ് തരും, ഒറ്റ ചാൻസ്. അത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ആരെങ്കിലും അവിടുന്ന് MIT ഓണാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് ഉന്തി തരുള്ളൂ. നമ്മളവിടുന്ന് മെല്ലെ ക്ലച്ച് വിട്ട് വലതു ഭാഗത്ത് കൂടി തന്നെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് അവിടെ കൊണ്ടുപോയി വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. ആക്സിലറേറ്റർ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇതുപോലെ മെല്ലെ അങ്ങോട്ട് അവർ ജസ്റ്റ് ഉന്തി തരും. അവിടെ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കാതെ കറക്റ്റായിട്ട് ജസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുക, വണ്ടി കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫേസ് 8 ഇടുന്നത് പാസ്സായി കഴിയും. അതുപോലെ തന്നെ ലേഡീസ് 8 ഇടുകയാണെങ്കിലും ഒന്നും ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മൾ ആ ക്യൂവിൽ നിൽക്കുമായിരിക്കും എല്ലാവരും. അവർ ഓരോരുത്തരെ ജസ്റ്റ് ഇങ്ങനെ അവർ വിളിക്കുന്ന സമയത്ത് ചെല്ലുക. അവർ ഓണാക്കി വെച്ചിട്ടുണ്ടാവും, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആൾക്കാർ ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്നാണ് തള്ളിത്തരും. നമ്മൾ കറക്റ്റായിട്ടങ്ങ് ഇട്ടിട്ട് കൊടുക്കുക. നമ്മുടെ വെഹിക്കിൾ അവിടെ ഇരിക്കുന്നൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫുള്ള് നമ്മുടെ കോൺസെൻട്രേഷനോട് കൂടി ഇട്ടിട്ട് എവിടെ ഒറ്റ കമ്പിമ്പിലും തട്ടാതെ നല്ല രീതിയിൽ കാല് കുത്താതെ വണ്ടി സ്റ്റോപ്പാകാതെ കറക്റ്റായിട്ട് ഇട്ടിട്ട് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫേസ് പാസ്സായി. അങ്ങനെ 8 പാസ്സായവർക്ക് എല്ലാവർക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അവരൊരു റോഡ് ടെസ്റ്റ് പോലെ നടത്തും. ഇതുപോലെ നടത്തുക. അവിടെ കമ്പിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ MITയിൽ ചെയ്യാം. നമ്മുടെ വണ്ടിയിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഹെൽമെറ്റൊക്കെ വെക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു റൈറ്റ് സിഗ്നൽ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ പേര് അവരോട് പറഞ്ഞു കൊടുക്കുക. തിരിച്ച് പോവുക, സ്ലോ ഡൗൺ ആക്കുക, സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക. ഇത്രയും ചെയ്ത് കറക്റ്റായിട്ട് ചെയ്താൽ അതും പാസ്സാകും. അപ്പോൾ പിന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ സ്പീഡ് പോസ്റ്റായിട്ട് നമ്മുടെ ആക്ച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അപ്പോൾ റോഡ് ടെസ്റ്റിനും ടെൻഷനാവൊന്നും വേണ്ട. ഇനിയിപ്പോൾ MIT ചെയ്യുകയാണെങ്കിലും ഇതിപ്പോൾ ഒരു തവണ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 തവണ പ്രാക്ടീസ് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ഒരു തവണ പറഞ്ഞാൽ ഇവിടുന്ന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പിയൊന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് റൈറ്റ് സിഗ്നൽ കാണിക്കും. ഇവിടെ നിന്ന് ജസ്റ്റ് സ്ലോ ആക്കും, അല്ലെങ്കിൽ നിർത്തും. എന്നിട്ട് നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് സ്ലോ ഡൗൺ ആക്കുക, സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റും കഴിഞ്ഞു. സ്കൂട്ടറും ബൈക്കൊക്കെ ഓടിച്ച് പരിചയമുള്ളവരാണെങ്കിൽ നമ്മൾ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ ഇതുപോലെ 3-4 ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ MITയിൽ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഒരു തവണ മാത്രമാണ് ചാൻസ് ഉള്ളതുകൊണ്ട് ഓരോ തവണ എടുക്കുമ്പോൾ ഒരു തവണ എടുത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ആൾ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഒരു തവണ ട്രൈ ചെയ്ത് പാസ്സാവുന്ന രീതിയിൽ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കുക. അപ്പം എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവാൻ നോക്കുക. അഥവാ നമ്മുടെ ടെസ്റ്റ് ഫെയിലാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഫെയിൽ ഫീസ് അടയ്ക്കണം. വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യണം. എന്നിട്ട് വീണ്ടും ആ ഡേറ്റിൻ്റെ അന്ന് പോയി എക്സാം അറ്റൻഡ് ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവാൻ വേണ്ടി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയ ലൈസൻസ് എടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.